ഇപ്പൊ പെട്ടെന്ന് ഈ മറിയ ഉമ്മനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് ആരാണ്? ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം സാധാരണ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാര് മരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാര് മരിക്കുമ്പോൾ അത് UDF കേട്ടോ, അല്ലാതെ LDF ഭാഗത്ത് അങ്ങനെ ഇതുവരെ ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഈ UDF ഇപ്പൊ കരുണാകരൻ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്താണ് KM മാണി മരിച്ചപ്പോൾ, R ബാലകൃഷ്ണപിള്ള മരിച്ചപ്പോൾ, ഇങ്ങനെ ഫേമസ് ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ ആ മക്കൾ തമ്മിലുള്ള വലിയൊരു തല്ലുകൂട്ടം എപ്പോഴും ഉടലെടുക്കാറുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് മാണി മരിച്ചപ്പോ, അവസാനമായിട്ട് ഇപ്പോ ബാലകൃഷ്ണപിള്ള പോകുന്നുണ്ട്, ഗണേശനും ആ പെങ്ങളും തമ്മിലുള്ള അടി അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും അടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാണി മരിച്ചപ്പോൾ ജോസിന്റെ പെങ്ങളും തമ്മിലുള്ള അടി, കഴിഞ്ഞ പ്രാവശ്യം ജോസിന് എതിരെ പെങ്ങൾ വരെ മത്സരിക്കുമെന്ന് വരെ പത്രത്തിൽ നമ്മൾ കണ്ടു. ഇതൊക്കെ ബേസിക്കലി എന്തായിരിക്കും? കരുണാകരൻ മരിച്ചപ്പോൾ പത്മജയും മുരളീധരനും ഇതേ സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ സ്വന്തം അച്ഛൻ മരിക്കുമ്പോൾ ഈ മക്കൾ അടികൂടുന്നത്? ഇവിടെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഞാൻ അത് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അവിടെ അത്തരത്തിലൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പോഴത് ചെറുതായിട്ട് വേറെ രൂപത്തിൽ പുകഞ്ഞു വരാൻ തുടങ്ങി. അപ്പോ ഈ മറിയ ഉമ്മനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കാൻ ഇത്ര താല്പര്യമുള്ള കോൺഗ്രസിലെ ഈ തല മൂത്ത നേതാക്കൾ ആരാണ്? അവരുടെ പേരാണ് പുറത്തേക്ക് വരേണ്ടത്. അവർ ഇതിന് ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചാണ്ടി ഉമ്മൻ. അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ കുടുംബത്തിൽ നിന്ന് വേറൊരാളിനി രാഷ്ട്രീയത്തിൽ വരണ്ട എന്ന് വളരെ ഓപ്പണായിട്ട് എല്ലാവരോടും പറയുകയും അതിനെ എതിർക്കുകയും പ്രതിപക്ഷ നേതാവ് സതീശനെയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുകയും ആൾറെഡി ചാണ്ടി ഉമ്മൻ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാരണവശാൽ എന്റെ സിസ്റ്ററെ രാഷ്ട്രീയത്തിൽ ഇറക്കിയാൽ ഞാൻ രാജിവെച്ച് രാഷ്ട്രീയം ഒഴിവാക്കും. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.